ഹായ്, അപ്പോൾ നമ്മൾ റിജിഡ് ബോർഡിൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസറാണ്. അപ്പോൾ നമ്മൾ റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുക ഹാവിങ് n പാർട്ടിക്കിൾസ് ഓഫ് മാസ് mi ആൻഡ് വെർ I ഈസ് ദ ഇൻഡിസസ് ആണ്. വെർ I ഈസ് ഈക്വൽ ടു 1 2 3 n പാർട്ടിക്കിൾസ് ആണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റിജിഡ് ബോഡി റൊട്ടേറ്റ് ചെയ്യുകയാണ്. കറസ്പോണ്ടിങ് ആംഗുലാർ വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് ഒമേഗ. ദെൻ ആംഗുലാർ മൊമെൻറ്റ് അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ അല്ലെങ്കിൽ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് പറഞ്ഞാൽ പാസിങ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ്. ഇപ്പോൾ റിജിഡ് ബോഡിയും സെൻറ്റർ ഓഫ് മാസും മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. നമ്മളിതിൻ്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇത് ടെൻസർ ഫോമിലേക്ക് വരിക. ടെൻസർ എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ടെൻസർ പറഞ്ഞാൽ റിജിഡ് ബോഡീൻ്റെ എല്ലാ ഭാഗത്തും സെയിം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അല്ല, ഓരോ ഭാഗത്തിനനുസരിച്ച് അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ tensor form. Okay, we have the translational velocity or linear velocity. നമ്മൾ ഫസ്റ്റ് ലീനിയർ വെലോസിറ്റി എന്നാൽ യൂഷ്വൽ വെലോസിറ്റി വി have v is equal to omega cross r. Okay, vi is equal to omega cross ri, where angular momentum about the origin O is given by L is equal to r cross p. In terms of indices we can write sigma I is equal to 1 to n ri cross pi. We have momentum pi is equal to mv. അപ്പോൾ നമ്മളത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആംഗുലാർ മൊമെൻറ്റത്തിൽ. അപ്പോൾ എന്ത് കിട്ടും? സിഗ്മ പിക്ക് mi vi എന്ന് കൊടുത്താൽ L is equal to sigma I is equal to 1 to n mi into ri cross vi എന്ന് കിട്ടും. അപ്പോൾ ജസ്റ്റ് സാധാ മാത്തമാറ്റിക്സ് ആണ്. ആൻഡ് നമ്മൾ വി ഐക്ക് ഫസ്റ്റ് ഇക്വേഷന് ഒമേഗ ക്രോസ് ആർ ഐ കിട്ടിയല്ലോ, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എൽ ബിക്കംസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n mi ഇൻറ്റു ആർ ഐ ക്രോസ് വി ഐക്ക് നമുക്ക് ഒമേഗ ക്രോസ് ആർ ഐ എന്നും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? ജസ്റ്റ് ഇതിൽ തന്നെ മാറ്റി എഴുതുക. ഇൻറ്റു വി ഐ മാറ്റിയിട്ട് ഒമേഗ ക്രോസ് ആർ ഐ. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n mi ആർ ഐ ക്രോസ് ഒമേഗ ക്രോസ് ആർ ഐ. നമ്മൾ ഇനി എ ക്രോസ് ഇവിടെ ട്രിപ്പിൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എ ക്രോസ് വി ഹാവ് എ ക്രോസ് ബി ക്രോസ് സി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ബി എ സി മൈനസ് സി എ ബി റോള്. അപ്പോൾ ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി ഇൻറ്റു എ ഡോട്ട് ബി റോള് യൂസ് ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാണ്. സോ വി ഗെറ്റ് എൽ ഇസ് ഈക്വൽ ടു ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ റിസൾട്ട് അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n mi ഇൻറ്റു ഒമേഗ ആർ ഐ ഡോട്ട് ആർ ഐ മൈനസ് ആർ ഐ ഇൻറ്റു ആർ ഐ ഡോട്ട് ആർ ഐ ബി എ സി മൈനസ് സി എ ബി റോള്. Then sigma I is equal to 1 to n mi. Then ri dot ri can be written as ri square omega minus ri into ri dot omega. Okay, we have choose position vector r is equal to xi plus yj plus zk and omega is equal to omega x plus omega y plus omega zk. അപ്പോൾ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ അപ്പോൾ നമുക്ക് ആംഗുലാർ മൊമെൻറ്റ് എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഫസ്റ്റ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n mi. ദെൻ ആർ ഐ സ്ക്വയർ ഉണ്ട് വിച്ച് ബിക്കംസ് xi സ്ക്വയർ പ്ലസ് yi സ്ക്വയർ പ്ലസ് zi സ്ക്വയർ. ദെൻ ഒമേഗ ബിക്കം ഒമേഗ xi പ്ലസ് ഒമേഗ yj പ്ലസ് ഒമേഗ zk. അപ്പം ഇവിടെ ചൂസ് ചെയ്ത് ith പാർട്ടിക്കിളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐ കൊടുത്തത് കേട്ടോ. ദെൻ ഒമേഗ x കമ്പോണൻറ്റ്, ഒമേഗ y കമ്പോണൻറ്റ്, ഒമേഗ z കമ്പോണൻറ്റ്. ദെൻ ഇൻറ്റു ആർ ഐ എങ്ങനെ xi പ്ലസ് yij പ്ലസ് zik ഇൻറ്റു ആർ ഐ ഡോട്ട് ഒമേഗ അറിയുമ്പോൾ ജസ്റ്റ് പ്രൊഡക്റ്റ് എടുത്താൽ xi ഒമേഗ എക്സ് പ്ലസ് yi ഒമേഗ വൈ പ്ലസ് zi ഒമേഗ z എന്ന് കിട്ടും. ഓക്കെ, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള എന്താ പറയുക വെക്ടർ പ്രൊഡക്റ്റ് എടുത്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുക? ഇതിൽ സെപ്പറേറ്റ് ചെയ്യുക. അതായത് ith ടേം പറഞ്ഞാൽ ഈ ഐ വരുന്നത് യൂണിറ്റ് വെക്ടർ ഐ ടേം, ജെ ടേം, കെ ടേം ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക ഒന്നുമില്ല, ഇവിടെ അങ്ങനെ ഓരോ ടേം എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ഐ ജെ കെ പറഞ്ഞ ടേം സെപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലൊരു ടേം എല്ലാത്തിലും ക്യാൻസൽ ചെയ്യുക. ദാറ്റ് ഈസ് xi സ്ക്വയർ ഒമേഗ എക്സ് ഇൻ ഫസ്റ്റ് ടേം, ദെൻ yi സ്ക്വയർ ഒമേഗ വൈ സ്ക്വയർ ഇൻ ഇവിടെ ഇവിടെ, ദെൻ zi സ്ക്വയർ ഒമേഗ സെറ്റ് ഇൻ ഇതിലുണ്ടാവും. അങ്ങനെ 3 ടേമിലും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ള ടേംസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് ഓരോ ടേമിലും ഒരു ടേം നോക്കാം. അതായത് സിഗ്മ ഫസ്റ്റ് ടേമിൽ ഇപ്പോൾ ഉണ്ടാവും ഈ ഒമേഗ വൈ കോമൺ ആയിട്ട് എടുത്താൽ xi സ്ക്വയർ പ്ലസ് ഫസ്റ്റ് ടേം ഇത് yi സ്ക്വയർ പ്ലസ് zi സ്ക്വയർ ഉണ്ടാവുക ഈ ഒരു ടേമിൽ. അതായത് ഈ ഒരു ടേമിൽ അതിൻ്റെ ടേമിൽ എടുത്താൽ ഈ ഒമേഗ എക്സ് കോമൺ ആയിട്ട് എടുത്താൽ yi സ്ക്വയർ പ്ലസ് zi സ്ക്വയർ. yi സ്ക്വയർ പ്ലസ് zi സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? ri സ്ക്വയർ മൈനസ് yi സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോറി, xi സ്ക്വയർ ri സ്ക്വയർ മൈനസ് xi സ്ക്വയർ എന്ന് എഴുതാം. സിമിലർലി സെക്കൻഡ് ടേമിൽ ഒമേഗ വൈ കോമൺ ആയിട്ട് എടുത്താൽ xi സ്ക്വയർ പ്ലസ് zi സ്ക്വയർ അഗെയിൻ എന്ത് എഴുതാം?
RI² മൈനസ് YI² എന്ന് എഴുതാം. ഇതിൽ എന്തുള്ള XI² YI² ω/z കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി എങ്ങനെ എഴുതാം? RI² മൈനസ് ZI². അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് മാറ്റി എഴുതിയിട്ട് എഴുതാം. പിന്നെ അതേപോലെ വീണ്ടും ഡിഫൈൻ ചെയ്യുകയാണ്. ഇപ്പം ഇത്രയും ഡിഫൈൻ ചെയ്തു, അതായത് ഈ ഫസ്റ്റ് ടേം ഒക്കെ ഈ മൈനസ് വരുന്ന കുറച്ച് ടേമിൽ ക്രോസ് ടേംസ് വരുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ് വരുന്നത്? അപ്പോൾ ഈ ഒരു കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡിഫൈൻ ചെയ്യാണ്. ഡിഫൈൻ ചെയ്യാൻ എന്തൊക്കെയെന്ന് വെച്ചാൽ, അതായത് σi/mi ഇൻറ്റു നമ്മൾ ഇത്രയും ഈ രണ്ട് ടേമിനെ കമ്പൈൻ ചെയ്തിട്ട് RI² മൈനസ് XI² എന്ന് എഴുതിയല്ലോ. അപ്പം ഈ ഒരു ടേമിനെ നമ്മൾ IXX എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? σmi ഈ അവിടെ വെക്കട്ടെ. RI² XI² നമുക്ക് എന്ത് വിളിക്കാം? IXX എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് അതേപോലെ അടുത്ത ജെയിൻ്റെതിൽ നമ്മൾ എന്ത് വിളിക്കും? σi/mi ഇൻറ്റു ദിസ് ടേം ബിക്കംസ് RI² YI². അപ്പോൾ നമ്മൾ യൂഷ്വലി എന്ത് വിളിക്കും? IYY എന്ന് ഡിഫൈൻ ചെയ്യും. തേർഡ് ടേം നമുക്ക് എന്ത് കിട്ടും? IZZ എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ IXX, IYY, IZZ എന്ന് ഡിഫൈൻ ചെയ്തു. കുറച്ച് കാര്യങ്ങളും കൂടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് ഈ മൈനസ് വരുന്ന ടേമിലാണ്. അതായത് മൈനസ് വരുന്ന ഈ രണ്ട് ടേം നോക്കുക, ഒന്ന് ക്യാൻസൽ ചെയ്ത് പോലെ. അതായത് σi/mi ഇൻറ്റു മൈനസ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ മൈനസ് കൂട്ടി പറയുകയാണ്. ഫസ്റ്റ് ടേം തന്നെ നോക്കാം. മൈനസ് σi/mi ഇൻറ്റു XI/YI നമ്മൾ എന്ത് വിളിക്കും? IXY ഓർ IYX. IXY is equal to IYX. ഇനി ഇത് YIX ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ IYX എന്ന് വിളിക്കും. എന്തായാലും ബോത്ത് ആർ ഈക്വൽ. ദെൻ മൈനസ് σi/mi ഇൻറ്റു XIZ അതിനെ അപ്പോൾ എന്ത് വിളിക്കും? IXZ ഓർ IZX. ഓക്കെ അല്ലേ? ഇനി ഒരു ടേമും കൂടെ ഡിഫൈൻ ചെയ്യാണ്ടാവുള്ളൂ. ഇതിൽ മൈനസ് σi/mi ഇൻറ്റു XI/YIനെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് XY എന്ന് വിളിക്കും. ഇത് ഈ ഒരു ടേമിനെ IYZ. ഈ ടേം എന്ത് വരും? IXZ വരും. ഈ ടേം IYZ വരും. അങ്ങനെ നമ്മൾ 6 ടേംസിനെയാണ് മൊത്തം ഡിഫൈൻ ചെയ്തത്. ആക്ച്വലി 9 ടേംസ് ഉണ്ടാവും. അതിൽ ഈ IYX is equal to IXY, IYZ is equal to IZY, IXZ is equal to IZX. അങ്ങനെ 3 ടേം ഈക്വലായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫൈൻ ചെയ്ത് നമ്മുടെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം L എന്താവും നോക്കാം. ദെൻ അപ്പോൾ L ബിക്കംസ് എന്താവും? I ഇൻറ്റു IXX ω/x പ്ലസ് IXY ω/y പ്ലസ് IXZ ω/z പ്ലസ് J ഇൻറ്റു IYX ഇൻറ്റു ω/x പ്ലസ് IYY ω/y പ്ലസ് IYZ ω/z പ്ലസ് K ഇൻറ്റു IZX ω/x പ്ലസ് ZY ω/y പ്ലസ് IZZ ω/z. അതിൽ ഈ IXX IYY നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത 3 ടേമാണ് ഇത്. ഏതൊക്കെ? IX, IYY, IZZ. ഈ ടേമിലൊക്കെ എന്തുണ്ട്? മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ ടേംസ് ഉണ്ട്. അപ്പോൾ അതിനെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ കോർഡിനേറ്റ് ആക്സസ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് IXX ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് X ആക്സിസ് ആൻഡ് IYY ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് Y ആക്സിസ് ആൻഡ് IZZ ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദ Z ആക്സിസ്. പിന്നെ ഈ ക്രോസ് ടേംസ് വരുന്ന കോഎഫിഷ്യൻ്റ് ഉണ്ടല്ലോ, ലൈക്ക് ക്രോസ് ടേംസ് ലൈക്ക് IXY, IXZ, IYX, YZ, IZX, IZY. ഈ ടേംസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഡക്റ്റ് ഓഫ് കോർഡിനേറ്റ്സിൻ്റെ പ്രോഡക്റ്റാണ് ഉള്ളത്. അപ്പം ദീസ് ടേംസ് ആർ നോൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇനേർഷ്യ, വിച്ച് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഇനേർഷ്യ. ഇതല്ല, ഈ ടേംസൊക്കെ ഇതെന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് കോർഡിനേറ്റ്സും ബാക്കിയുള്ള ടേംസ് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പം ഈ ഒരു എബോ ഇക്വേഷന് നമുക്ക് I ഇൻറ്റു ഒമേഗ എന്നുള്ള ടേം അല്ലേ കിട്ടുന്നത്. സോ നമുക്ക് ആംഗുലർ മൊമെൻറ്റം L is equal to I ഒമേഗ എന്നറിയാം. വേറെ L and omega are the vector and I is a tensor. L is equal to I omega where I is the non-component tensor and angular momentum L and omega angular velocity is the vector. ഓക്കെ, നമ്മൾ ഇനി റൊട്ടേറ്റ് ചെയ്യുന്ന ബോഡീൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് അബൌട്ട് Z ആക്സിസ് ആണെങ്കിൽ ഒമേഗ ഈസ് അലോങ് Z ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു
ഒമേഗ സെഡ് ക്യാപ്. അല്ല, ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞ വെക്ടർ ആണെങ്കിൽ ഈ ഒമേഗ മാഗ്നിറ്റ്യൂഡാണ്, ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെഡ് ക്യാപ്പ് കൊടുത്തത്. ദെൻ എൽ ബിക്കംസ്, സോ അപ്പോൾ ആംഗുലർ മൊമെൻ്റ് എൽ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒമേഗ സെഡ് ഇൻറ്റു ഈ ഒമേഗ എക്സ് ഒമേഗ വൈ ടേംസൊക്കെ 0 ആയിപ്പോവും. ആകെ ഒമേഗ സെഡ് ഉള്ള 3 ടേംസ് ഐ ഇൻറ്റു ഒമേഗ സെഡ് ഇൻറ്റു ഐ എക്സ് സെഡ്, ഒമേഗ സെഡ് ഇൻറ്റു ഐ വൈ സെഡ് ഇൻറ്റു ജെ പ്ലസ് കെ ഇൻറ്റു ഒമേഗ സെഡ് ഇൻറ്റു ഐ സെഡ് സെഡ്. ഈ 3 ടേമേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും സെഡ് കമ്പോണൻറ്റും നമുക്ക് ഡിഫൈൻ ചെയ്യാം. വിച്ച് ഈസ് എൽ എക്സ് ഐ പറഞ്ഞാൽ എൽ എക്സ് ഐ വിച്ച് ഈസ് എൽ എക്സ് ഐ ആൻഡ് ഇത് വിച്ച് ഈസ് എൽ വൈ ഐ and which is Lyz, that is Lxi is omega z into Ix z, Ly is equal to omega z into Iyz, and Lzi is equal to omega z into Izz. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യക്ക് ആകെ സെഡ് ഡയറക്ഷനിൽ മാത്രമേ എന്തുള്ളൂ കമ്പോണൻ്റ് ഉള്ളൂ. ദാറ്റ് ഈസ് ബാക്കി ഒമേഗ സെറ്റ് മാത്രമേ എടുത്തുള്ളൂ എങ്കിലും പക്ഷേ ആംഗുലാർ മൊമെൻറ്റത്തിന് എൽ എക്സ് ഐ എൽ വൈ എൽ സെറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് 3 എക്സ് എന്താ പറയുക 3 ഡയറക്ഷനിലും എന്തുണ്ട് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻ്റ് ഉണ്ട്. വിച്ച് മീൻസ് ഐയും എല്ലും എന്തല്ല സെയിം ഡയറക്ഷനിലല്ല നമുക്കിത് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാര്യം പറയാനുള്ളത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യൻ്റെ വാല്യൂ ഡയറക്ഷൻ ഓഫ് ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആക്സിസ് ഐ എക്സ് എക്സ് അങ്ങനെ നമ്മൾ 9 ടേംസ് കൺസിഡർ ചെയ്യില്ല. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പം ഒമേഗ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഐ എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് എൽ വിത്ത് റെസ്പെക്ട് ടു അതിനനുസരിച്ച് കൺസിഡർ ചെയ്യും. ബട്ട് എൽ എന്തല്ല ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ അല്ല. ഓക്കെ, ഇപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ കുറിച്ച്. ഇവിടെയൊക്കെ നമ്മൾ റിജിഡ് ബോഡീസ് ഇൻഡിസസ് ആയിട്ടാണല്ലോ കൺസിഡർ ചെയ്തത്, അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇഫ് ദ റിജിഡ് ബോഡി കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്ന വെച്ചാൽ ഇവിടെ നമ്മൾ സിഗ്മ എഴുതിയതൊക്കെ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഇൻറ്റഗ്രേഷൻ. ദാറ്റ് ഈസ് ആ കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഇങ്ങനെ വരും ഐ എക്സ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എ വോളിയം റോ ഇൻറ്റു എം ഐ സിഗ്മ എം ഐ വിക്കംസ് റോ ഇൻറ്റു ഡി വി, എം ഐ വിക്കം റോ ഡി വി ആവും ആർ ഐ സ്ക്വയർ മൈനസ് എക്സ് ഐ സ്ക്വയർ. സിമിലർലി ഐ വൈ വൈ എന്താവും ഇൻറ്റഗ്രൽ ബി ഇൻറ്റു റോ ഇൻറ്റു ആർ ഐ സ്ക്വയർ മൈനസ് വൈ ഐ സ്ക്വയർ ഡി വി, ഐ സെഡ് സെഡ് ഇൻറ്റഗ്രൽ ബി റോ ഇൻറ്റു ആർ ഐ സ്ക്വയർ മൈനസ് സെഡ് ഐ സ്ക്വയർ ഡി വി. സിമിലർലി ഐ എക്സ് വൈ എന്ത് കിട്ടും? ഐ എക്സ് വൈ ഈക്വൽ ടു ഐ വൈ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? സിഗ്മ മൈനസ് ഇൻറ്റഗ്രൽ വി റോ ഇൻറ്റു എക്സ് ഐ ഡി വി. സിമിലർലി ഐ വൈ സെറ്റും ഐ സെഡ് വൈ ഒക്കെ അതുപോലെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനെല്ലാം കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഈ ഐ എക്സ് എക്സ് ഐ എക്സ് വൈ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഇക്വേഷനിലാക്കി എഴുതുക വെച്ചാൽ വി ഗെറ്റ് എങ്ങനെ കിട്ടും? ഐ ജെ കെ ഓവർ എ ഇൻറ്റഗ്രൽ വോളിയം റോ ഓഫ് ആർ ഇൻറ്റു ആർ സ്ക്വയർ ഡെൽറ്റ ജെ കെ മൈനസ് എക്സ് ജെ എക്സ് കെ ഡി വി. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡെൽറ്റ ജെ കെ 1 ആവുന്ന കേസിൽ മാത്രമേ ഈ ഒരു ടേം ഉണ്ടാവുള്ളൂ, അല്ലാത്ത കേസിൽ മൈനസ് ഈ എക്സ് വൈ എന്നുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇക്വേഷനിൽ 1 2 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗ നമ്മൾ ഈ മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക വെച്ചാൽ എങ്ങനെ എഴുതും? എല്ലും ഒമേഗയും ഒരു കോളം മാട്രിക്സ് ആയിരിക്കും, ബട്ട് ഐ ഇസ് എ 9 component ടെൻസർ. സോ വി ഗെറ്റ് എന്ത് കിട്ടും? L1 or Lx Ly Lz എന്ന് എടുക്കുക, or L1 L2 L3 is equal to I11 I12 I13 I21 I22 I23. ഇത് ഐ എക്സ് എക്സ് ഐ എക്സ് വൈ അങ്ങനെ അതിന് പകരം I11 എന്ന് എടുത്തതേ ഉള്ളൂ. ദെൻ ഇൻറ്റു ഒമേഗ 1 ഒമേഗ 2 ഇൻറ്റു ഒമേഗ 3. ഓക്കെ, അപ്പം ഇനി ജസ്റ്റ് ഈ ഒരു ഇതിൽ കൈനറ്റിക് എനർജി കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്. കൈനറ്റിക് എനർജീൻ്റെ എക്സ്പ്രഷൻ ടി സി ഈക്വൽ ടു ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്. ടി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒമേഗ ബാർ ഐ ഒമേഗ. അപ്പോൾ എങ്ങനെ വരും? ടി സി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒമേഗ ബാർ പറഞ്ഞാൽ നമ്മൾ റോ മെട്രിക്സ് ആയിട്ട് ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 ഇൻറ്റു ഐ മെട്രിക്സ്, ഈ ഐ മെട്രിക്സ് ഇൻറ്റു ഐ മെട്രിക്സ് കഴിഞ്ഞിട്ട് ഒരു കോളം മെട്രിക്സ് ആയിട്ട് ഒമേഗ 1 ഒമേഗ 2 ഒമേഗ 3 എന്നും കൂടെ നമുക്ക് കൈനറ്റിക് എനർജി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലേ കൈനറ്റിക് എനർജി. അപ്പോൾ അത് മെട്രിക്സ് ഫോമിലേക്കാകുമ്പോൾ ഒരു ഒമേഗ സ്ക്വയർ എടുത്ത് റോ മെട്രിക്സിൻ്റെ ഫോമിലേക്ക് വരും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ടോപ്പിക്ക്. നെക്സ്റ്റ് ഇതിൻ്റെ വേറൊരു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, ജസ്റ്റ് ഡയഗണൽ മാട്രിക്സ് മാത്രം വരുന്ന ഫോം അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.